ഒരു ബിസിനസ് കണ്ടിന്യൂസ്ലി നഷ്ടം ഉണ്ടാക്കുകയാണ്. 10 കൊല്ലം ട്രേഡ് ആ ഒരു ബിസിനസ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അതുപോലെ തന്നെയല്ലേ ട്രേഡിങ്. ഇപ്പൊ സുനിൽ പറഞ്ഞ പോലത്തെ ഒരു അനാലിസിസ് ആരും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെയല്ല, സക്സസ്ഫുൾ ആയ എല്ലാവരും ചെയ്യുന്നുണ്ട്, ലോസ് മേക്ക് ചെയ്യുന്ന ആരും ചെയ്യുന്നില്ല. സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എത്തി കഴിയുമ്പോൾ ഈ പറയുന്ന തോന്നൽ ട്രേഡ് അങ്ങോട്ട് ചെയ്യുന്നു, പണി മേടിച്ച് വയ്ക്കും. ഫുൾ സ്പീഡിൽ ഗുഡ് ലെങ്ത് ബോൾ എറിയുന്നു, രാഹുൽ ദ്രാവിഡ് ഡിഫെൻഡ് ചെയ്യും. ആ 6 ബോളിൽ ഒരു ബോൾ, ഒരു മോശം ബോൾ ഓവർ പിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബോൾ കൃത്യമായിട്ട് 4 അടിക്കാൻ രാഹുൽ ദ്രാവിഡിന് സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിൽ ചെയ്യേണ്ടത്. എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ചില ആളുകൾ സക്സസ് ആകുന്നില്ല എന്നത് കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അത്? ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഡിസിപ്ലിൻ, പേഷ്യൻസ്, നല്ല ട്രേഡ്സ് വരും, അത് മുഴുവനായിട്ട് ആ പ്രോഫിറ്റ് റൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇനീഷ്യലി ഒരു ട്രേഡർ ഫേസ് ചെയ്യുന്ന വളരെ വലിയ വലിയ കാര്യങ്ങളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണ് ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കുന്ന പോലുമില്ല. 2, ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഹാർഡ് വർക്ക് യൂട്യൂബിൽ കയറി കുറേ വീഡിയോസ് കാണുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നു, അത് സക്സസ് ആകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസം ട്രേഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പുതിയ മെത്തേഡ് കാണുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഗെയിമാണെന്നും ട്രേഡിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ ഒത്തിരി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ട്രേഡിംഗ് പഠിച്ചു, ഒത്തിരി ട്രേഡ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്കിടെ ട്രേഡിംഗ് ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ മിസ്റ്റേക്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് ട്രേഡിംഗ് ജേണൽ എഴുതുകയും സ്വന്തം ഡേറ്റ പരിശോധിക്കുകയും ചെയ്യുന്ന എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട്? പല ആൾക്കാർക്കും കഴിഞ്ഞ മാസം എത്ര രൂപ ലോസ് വന്നു എന്ന് ചെക്ക് ചെയ്യാൻ തന്നെ മടിയല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ട്രേഡുകളാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത്. ലോസ് ഡേയ്സ് നമ്മൾ അങ്ങോട്ട് മറന്നു പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, ലോസ് വരാനേ പാടില്ല. തുടക്കം ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളെല്ലാ ട്രേഡും പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറുടെ ഒരു എന്താ പറയുക, നല്ലൊരു ട്രേഡർ അങ്ങനെയാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് ലോസ് ഈസ് എ പാർട്ട് ഓഫ് ട്രേഡിങ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ലോസ് ട്രേഡുകൾ കുറച്ച് പ്രോഫിറ്റബിൾ ട്രേഡുകൾ മാക്സിമം നമുക്ക് റൈഡ് ചെയ്ത് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നിടത്താണ് സക്സസ്. പക്ഷെ ഇത് സംസാരിക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാമെങ്കിലും അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡറിനും അതുപോലെ തന്നെ നല്ലൊരു മെൻറ്ററും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നൊരു കാര്യം, ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുകൾ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ 10 ട്രേഡ് ചെയ്യുമ്പോൾ 7 ട്രേഡൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കും. ഒരൊറ്റ ലോസിൽ അവർ വലിയ ലോസിലോട്ട് പോകുന്നു. വീണ്ടും അവരെന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, വീണ്ടും ഒരു പെട്ടെന്ന് ലോസ് അടിക്കുന്നു, താഴെ പോകുന്നു. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് പീക്ക് ലോസ് അടിക്കുന്ന ദിവസങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിയുടെ ട്രേഡിംഗ് ഡാറ്റ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ട്രേഡിംഗ് ജേണൽ എഴുതണം, അത് വെച്ചിട്ടാണ് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പലരും ഇത് എഴുതുന്നേ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇത് എഴുതി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസും, അതായത് എത്ര ദിവസം ലാഭം കിട്ടി, ലാഭം കിട്ടിയ ദിവസത്തെ ആവറേജ് പ്രോഫിറ്റ്, എത്ര ദിവസം നഷ്ടം കിട്ടി, ആ നഷ്ടം കിട്ടിയ ദിവസത്തെ ആവറേജ് ലോസ്, ഇതിൽ നിന്ന് അവരുടെ ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു വ്യക്തിയുടെ ആവറേജ് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ആവറേജ് ലോസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ലോസ് പോകുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ വിൻ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നറിയും. ഒരു വ്യക്തിയുടെ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എന്നൊക്കെ ആവറേജ് പ്രോഫിറ്റിനേക്കാൾ ലോസ് കൂടുതലായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റിൻ്റെ അവിടെ ലോസ് എത്തുന്നു, അന്ന് ട്രേഡ് നിർത്തുക, അടച്ചു വയ്ക്കുക, പോവുക. അവർ സക്സസ്ഫുൾ ട്രേഡേഴ്സായിട്ട് മാറും എന്നുള്ളതാണ്. ഒരു ബിഗിനർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ വിൻ ചെയ്യാനുള്ള സാധ്യത 50-50ആണ്. ഈ 50-50യിൽ നിന്ന് 51-49 അവരുടെ വിന്നിങ് റേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. എന്തുമാത്രം അവർ ചെയ്താൽ മതി? മണി മാനേജ് ചെയ്താൽ മതി. ഈ പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാത്തത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി മെത്തേഡ് ആണെന്നും ആ ഒരു പ്രോബബിലിറ്റിയിൽ സക്സസ് ആകാനായിട്ട് മണിയാണ് മാനേജ് ചെയ്യേണ്ടതെന്നും പല ആളുകളും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയുള്ളവരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാത്തത്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അനാലിസിസ്, ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലത്തെ ഒരു അനാലിസിസ് ആരും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെയല്ല,
സക്സസ്ഫുള്ളായ എല്ലാവരും ചെയ്യുന്നുണ്ട്, ലോസ് മേക്ക് ചെയ്യുന്ന ആരും ചെയ്യുന്നില്ല. അതെ അതെ, അങ്ങനെ തന്നെ നമ്മൾ പറയണം. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അനാലിസിസ്, അതായത് അന്നത്തെ ട്രേഡ് കഴിഞ്ഞു, അന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, പച്ച കത്തിയോ ചുമപ്പ് കത്തിയോ എന്ന് മാത്രം ആളുകൾക്ക് അറിഞ്ഞാൽ മതി. അതിൻ്റെ എന്താ പറയുക, പാസ്റ്റ് ഡാറ്റയെ കുറിച്ച് അന്വേഷിച്ച് പോവുക എന്നുള്ളത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു എന്താ പറയുക സന്തോഷം, പ്രോഫിറ്റ് കിട്ടുമ്പോഴുള്ള സന്തോഷം ആണ് എല്ലാവരും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജിയുടെ പിന്നാലെ പോവാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കുന്ന യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ താഴെ, മേഡം വേറെ ഇൻട്രാഡേ സ്ട്രാറ്റജി ഉണ്ടോ, അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്, ആദ്യം ഈ ഇൻട്രാഡേ സ്ട്രാറ്റജി നന്നായിട്ട് ചെയ്യൂ, പ്രോഫിറ്റബിളായിട്ട് ചെയ്യൂ, എന്നിട്ട് വേറെ സ്ട്രാറ്റജി പോരെയെന്ന് ഞാൻ തമാശയ്ക്ക് അല്ലെങ്കിലും അതിൽ കുറച്ച് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് കമൻറ്റ് ചെയ്യാറ്. അതായത് കിട്ടുന്ന ഒരു സാധനം നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല സിൽവി എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആണ്. എല്ലാ വ്യക്തികളും തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി എടുത്തുകൊണ്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ഒരാൾ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് നാളെ മുതൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 6 മന്തോ 3 മന്തോ ഒരു 1 ഇയറോ നമ്മളതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ഇതാരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ചെയ്ത് ഇതിൻ്റെ ഡാറ്റ എക്സൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എത്ര, ആവറേജ് ലോസ് എത്ര, ഇതിൻ്റെ റിസ്ക് റിവാർഡ് എത്ര, ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പൊസിഷൻ സൈസ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഇത് ആക്ച്വലി ട്രേഡ് ചെയ്യുന്നു. ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ ആക്ച്വലി ട്രേഡ് ചെയ്യുന്നു. എന്നിട്ട് ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും സ്മോൾ ക്വാണ്ടിറ്റിയിലും അടിപൊളിയായിട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ കൂട്ടി ഫുൾ കോൺഫിഡൻസിൽ ഇത് ആക്ച്വലി ട്രേഡ് ചെയ്യണം. അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇന്നൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചു, ഇന്ന് വർക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അവർക്ക് നല്ല കോൺഫിഡൻസ് വരും. ഇന്ന് 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തു, ഓക്കെ ഇത് വർക്കിംഗ് ആണ്, വാവ്, എങ്കിൽ നാളെ മുതൽ 1 ലക്ഷം കൊണ്ട് ചെയ്യുന്നു, അന്ന് ലോസ് അടിക്കുന്നു. അതോടുകൂടി ആ സ്ട്രാറ്റജിയോടുള്ള എല്ലാ കോൺഫിഡൻസും അവിടെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അതെ, അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. അതായത് നമ്മളൊരു സ്ട്രാറ്റജി ചെയ്തു, അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പലരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാവും. അതെനിക്ക് ഒരുപാട് എൻ്റെ ട്രേഡിംഗ് മെത്തേഡ് തന്നെ എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരും ഒരു സ്ട്രാറ്റജി കിട്ടി, മേഡം ഞാൻ 10,000 രൂപയ്ക്ക് ചെയ്തപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ക്യാപിറ്റൽ കൂട്ടി, അതായത് ഒരു 50,000 രൂപയ്ക്ക് ചെയ്യാം, അപ്പോൾ എനിക്ക് ലോസാണ്. അപ്പോൾ അവിടെ എന്താണ് അവിടെ ഒരു ട്രേഡർക്ക് പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആക്ച്വലി ഈ ക്യാപിറ്റൽ കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് 10,000 രൂപ 20,000 25,000 ഒക്കെ ആക്കാൻ പറ്റും. എന്നാൽ അത് കൂടി ഒരു 1 ലക്ഷം എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഇതേ സക്സസ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 10,000 രൂപയിൽ കാണുന്ന പ്രോഫിറ്റ് ലോസും 400 500 ഒക്കെയാണ്. എന്നാൽ 1 ലക്ഷം രൂപയിൽ അവർ കാണുന്ന പ്രോഫിറ്റ് ലോസും 10,000 20,000 ഒക്കെയാണ്. അപ്പോൾ മണി മാനേജ്മെൻറ്റ് തന്നെയാണ് അവിടുത്തെ ഒരു മേജറായിട്ടുള്ളൊരു പ്രോബ്ലം. അപ്പോൾ എങ്ങനെ ക്യാപിറ്റൽ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം, അത് വലിയൊരു കാര്യമാണല്ലോ. നമ്മളെല്ലാവരും പറയുന്ന വേൾഡിലെ 8th വണ്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിങ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം. കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രാറ്റജിയും നമുക്ക് വിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കോമ്പൗണ്ട് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് പ്രോഫിറ്റ് ആഡ് ചെയ്ത് വരണം. ബട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ 10,000 കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒറ്റയടിക്ക് അത് 25,000 ആക്കുകയല്ല ചെയ്യേണ്ടത്. 10,000 12,000 ആക്കാനായിട്ട് ശ്രമിക്കുക. 12,000 14,000 ആക്കുക, 14,000 16,000 ആക്കുക. ഇങ്ങനെ കുറച്ച് ആയിട്ട് ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജി കറക്റ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് 10,000 രൂപയ്ക്ക് ഒരാൾ ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ്, 10,000 രൂപ ക്യാപിറ്റൽ വെച്ച് എടുക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് ഒരു 5,000 മാക്സിമം അല്ലേ. ഓപ്ഷൻ ബൈ ആണെങ്കിൽ ഓക്കെ ഫൈൻ. ഇൻട്രാഡേ സ്റ്റോക്ക് അതിലും അത്രയും കിട്ടില്ല, എന്നാലും ഇൻട്രാഡേ സ്റ്റോക്ക് ആണെങ്കിൽ ഒരു 500 600 റേഞ്ചിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഫോർ എക്സാമ്പിൾ ഒരു 3,000 രൂപ പ്രോഫിറ്റ് കാണുന്നു, അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അദ്ദേഹം 10,000 നിന്ന് 50,000 ആവുമ്പോൾ ചിലപ്പോൾ മേ ബി ആ 50,000 അത്രയുള്ള, അതായത് ഒരു 15,000 അല്ലെങ്കിൽ ഒരു 20,000 പ്രോഫിറ്റ് അദ്ദേഹത്തിന് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഞാൻ അവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഫിറ്റ്, അതായത് പുതിയൊരു പ്രോഫിറ്റ് ആ ഒരു സംഖ്യ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മെൻ്റലി ഒരുപാട് പ്രിപ്പയർ ആവണം. എനിക്ക് എൻ്റെ ട്രേഡിംഗ് മെത്തേഡിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് ക്യാപിറ്റൽ കൂട്ടിയപ്പോൾ നമ്മുടെ പഴയ പ്രോഫിറ്റിൽ തന്നെ നമുക്കത് എക്സിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഒരുപാട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണെന്ന് പലരും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇനി നമ്മളെ തന്നെ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് നോക്കണം. നമ്മൾ ഒരേ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് 1 മാസമോ ഒരു 2 മാസമോ കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ ട്രേഡിംഗ് ജേണൽ എഴുതി ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസും കണ്ടുപിടിക്കുക.
10,000 രൂപയാണ് എൻ്റെ ക്യാപിറ്റൽ എങ്കിൽ അപ്പോൾ എനിക്ക് എന്ത് കിട്ടുകയാണ്? 10,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന എൻ്റെ ആവറേജ് പ്രോഫിറ്റ് എത്ര, ആവറേജ് ലോസ് എത്ര, എൻ്റെ റിസ്ക് റിവാർഡ് എത്ര, എൻ്റെ സക്സസ് റേറ്റ് എത്ര. എനിക്ക് 75% സക്സസ് ഉണ്ട് എങ്കിൽ എനിക്ക് മനസ്സിലാക്കാം, ഓക്കെ 75% സക്സസ് ഉണ്ട്, എൻ്റെ റിസ്ക് റിവാർഡ് 1:2 ഉണ്ട്, ഞാൻ ഹ്യൂജ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ എത്ര ശതമാനമാണ് എൻ്റെ സക്സസ് റേറ്റ്, എത്രയാണ് 10,000 രൂപയ്ക്ക് ഞാൻ ബുക്ക് ചെയ്യേണ്ട എമൗണ്ട് ഒരു ദിവസം, എൻ്റെ ലോസ് എത്രയിൽ കട്ട് ചെയ്യണം, എന്താണ് എൻ്റെ കപ്പാസിറ്റി, എന്താണ് എൻ്റെ സ്കില്ലെന്ന് എനിക്ക് എൻ്റെ ഡാറ്റ നോക്കി മനസ്സിലാക്കാം. ഇത് 10,000 രൂപയിൽ സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ ഡാറ്റ പരിശോധിക്കാൻ പലർക്കും പേടി എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഡാറ്റ പരിശോധിച്ചാൽ പലരും ട്രേഡിംഗ് നിർത്തേണ്ടി വരും. ട്രേഡിംഗ് പലർക്കും ഒരു ഇഷ്ടമാണ്, ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ രണ്ടാമതാണ്. ഈ ഇഷ്ടം കൊണ്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഈ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ബിസിനസ് കണ്ടിന്യൂസ്ലി നഷ്ടം ഉണ്ടാക്കുകയാണ്, എന്നിട്ടൊരു 10 കൊല്ലം ട്രേഡ് ആ ഒരു ബിസിനസ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയല്ലേ ട്രേഡിങ്. നഷ്ടമാണോ ലാഭമാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ബിസിനസ് ലാഭമാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അതുപോലെ തന്നെ ട്രേഡിങ് ലാഭമാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഇൻ കേസ് നഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് നഷ്ടം വന്നു, എങ്ങനെ ലാഭകരമാക്കാം, ഇതുകൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ സ്ട്രാറ്റജി പഠിക്കാനായിട്ട് കഷ്ടപ്പെടുന്നതിൻ്റെ 4-1 അംശം നമ്മുടെ ഡാറ്റ പരിശോധിക്കുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ഇതാണ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ മൈൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നാറ്. മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജീവിതത്തിലും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഈവൻ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയല്ല, അവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ചിട്ടയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സക്സസ് ആവുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു കൺഫർമേഷൻ ട്രേഡ് നമുക്ക് കിട്ടുമ്പോൾ പലരും ചെയ്യുന്നത് ഒരു തോന്നൽ ട്രേഡാണ്. ഞാൻ എപ്പോഴും അതിനെ അങ്ങനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. തോന്നൽ ട്രേഡ്, അതായത് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ ഇത് ബ്രേക്ക് ഔട്ട് ആവും എന്നൊരു 100% തോന്നലോടുകൂടി ആ ട്രേഡ് ബ്രേക്ക് ഔട്ടിന് മുമ്പേ എക്സിക്യൂട്ട് ചെയ്ത് തീർച്ചയായിട്ടും അതിൽ പണി മേടിച്ച് വയ്ക്കുന്ന ആളുകളുണ്ട്. ഞാനൊരിക്കൽ നമ്മുടെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ബയറായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് പുകവലി ഒരു ശീലമായിട്ടുണ്ടായിരുന്നു, ഒരു ഹാബിറ്റായിട്ടുണ്ടായിരുന്നു. ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി അദ്ദേഹം ആ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്ത് ഒരു സക്സസ്ഫുൾ ഒരു ജീവിതത്തിനൊക്കെ കുറച്ചുകൂടി അടക്കും ചിട്ടൊക്കെ കൊണ്ടുവന്ന് മെൻ്റലി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയതെന്നാണ്. അപ്പോൾ നമ്മുടെ ചില ബാഡ് ഹാബിറ്റുകൾ റിമൂവ് ചെയ്തുകൊണ്ട് നല്ല ഹാബിറ്റുകൾ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്ന് ഒരു അടക്കവും ചിട്ടവും ഉള്ള ഒരു ജീവിതമാണെങ്കിൽ ട്രേഡേഴ്സ് കുറച്ചുകൂടി നല്ല ട്രേഡുകൾ എടുക്കുകയും ഓൾറെഡി സക്സസ് ആണെങ്കിൽ കൂടുതൽ സക്സസ്ഫുൾ ആകുകയും ലോസ് മേക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് ചെറിയ പ്രോഫിറ്റ്സ് മേക്ക് ചെയ്തുകൊണ്ട് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് പേഴ്സണലിയും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല ശീലങ്ങൾ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ലൈഫിൽ ആഡ് ചെയ്യുക. രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, പറ്റുമെങ്കിൽ ജിമ്മിലൊക്കെ പോവുക. ട്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും കൃത്യമായിട്ട് ഫുഡും വെള്ളമൊക്കെ കുടിക്കുക. പലരും 9 മണി മുതൽ 3:30 വരെ കുത്തിയിരുന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെയൊക്കെ ട്രേഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ട്രേഡിങ്ങിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് ഗ്യാപ്പ് എടുത്തിട്ട് കൃത്യമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. മാർക്കറ്റ് എങ്ങും പോകുന്നില്ല. നമ്മൾ ട്രേഡേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ട്രേഡ് ചെയ്യുന്നത്? നമുക്ക് വിന്നിങ് സ്ട്രീക്ക് ഉള്ള സമയത്തല്ലേ? നമ്മൾ കണ്ടിന്യൂസ്ലി സക്സസ്ഫുൾ ആവുന്നൊരു ദിവസങ്ങളാണെന്ന് വിചാരിക്കും. അന്ന് നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഒരു ട്രേഡ് പോലും നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രേഡും സക്സസ്ഫുൾ ആകും. അതെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളല്ല ട്രേഡിന് വേണ്ടി പോകുന്നത്, മാർക്കറ്റ് നമുക്കാണ് ട്രേഡ് കാണിച്ചു തരുന്നത് അല്ലേ? നമുക്ക് ട്രേഡ് കാണിച്ചു തരുന്നു, ആ ട്രേഡ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നു, നമ്മുടെ സ്ട്രാറ്റജി സെറ്റപ്പ്. അല്ല നമ്മൾ ലൂസ് സ്ട്രീക്ക്, നമ്മൾ അടുപ്പിച്ചിങ്ങനെ നഷ്ടം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിങ്ങനെ നോക്കിയിരിക്കും, എവിടെ ഒരു ട്രേഡ് കിട്ടും എന്നിങ്ങനെ നോക്കിയിരുന്ന് നമ്മൾ പോയിട്ട് ഒരാവശ്യമില്ലാത്ത സ്ഥലത്ത് ട്രേഡ് എടുക്കുകയും നമ്മൾ ലോസിലോട്ട് പോവുകയും ചെയ്യും. നമ്മൾ സക്സസ്ഫുൾ ആകാനായിട്ട് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, വിന്നിങ് സ്ട്രീക്കിൻ്റെ മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വരിക. ആ മൈൻഡ് സെറ്റിൽ ട്രേഡ് ചെയ്യുക. എല്ലാ ട്രേഡും പിടിക്കണം എന്നില്ല. ഇവിടെ എനിക്ക് രാഹുൽ ദ്രാവിഡിനെയാണ് എപ്പോഴും ഓർമ്മ വരിക. 4 ലൈനിൽ നിന്ന് ഓടി വരുന്ന ഷോയിബ് അക്തറും ബാറ്റ് ചെയ്യുന്ന രാഹുൽ ദ്രാവിഡും. ഓടി വരുന്നു, ബൗൺസർ എറിയുന്നു. രാഹുൽ ദ്രാവിഡ് ബാറ്റ് വയ്ക്കില്ല, മാറിക്കൊടുക്കും. അത് കഴിഞ്ഞ് ഫുൾ സ്പീഡിൽ ഗുഡ് ലെങ്ത് ബോൾ എറിയുന്നു. രാഹുൽ ദ്രാവിഡ് ഡിഫെൻഡ് ചെയ്യും.
ആ 6 ബോളിൽ ഒരു ബോൾ ഒരു മോശം ബോൾ ഓവർ പിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ബോൾ കൃത്യമായിട്ട് 4 അടിക്കാൻ രാഹുൽ ദ്രാവിഡിന് സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിൽ ചെയ്യേണ്ടത്. എന്താണ്, മോശം മെത്തേഡ്സ് അല്ലെങ്കിൽ മോശം ബോളിനെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് വരുന്ന ഒരൊറ്റ നല്ല ട്രേഡ് ചെയ്താൽ മതി. എല്ലാ സ്വിങ്ങും പിടിച്ച് ആവശ്യമില്ലാത്ത റിസ്ക് എല്ലാം എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. വിന്നിങ് സ്ട്രീക്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെ, എല്ലാവരും എന്താ പറയുക, താഴത്തേക്ക് വരുമ്പോൾ ബൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ ബൈ എടുക്കുക. അത് കണ്ടിന്യൂസ്ലി, അല്ലെങ്കിൽ മോളിൽ വരുമ്പോൾ സെല്ല് ചെയ്യുക. ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ളൊരു അവരുടെ ട്രേഡിങ് സെറ്റപ്പ് അല്ല അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തി കഴിയുമ്പോൾ അതൊക്കെ മറക്കും. ഈ പറയുന്ന തോന്നൽ ട്രേഡ് അങ്ങോട്ട് ചെയ്യുന്നു, പണി മേടിച്ച് വയ്ക്കും. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ച് ഫോളോ ചെയ്താലും വീണ്ടും ചില ആൾക്കാർ ഈ മിസ്റ്റേക്സ് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ 1, 3, ഒരു 2, 3, 5 പ്രാവശ്യം ഇതേ മിസ്റ്റേക്സ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ ഈ പറയുന്ന ഇൻട്രാഡേ ട്രേഡ്, ഹൈ ഫ്രീക്വൻസി ട്രേഡുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. വല്ല സ്വിംഗ് ട്രേഡോ പൊസിഷണൽ ഓപ്ഷൻ സെല്ലിങ്ങോ ഒക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ എനിക്ക് മോർണിംഗിൽ ഒരു ട്രേഡ് ഞാൻ എടുത്തു, എൻ്റെ SL അടിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ട്രേഡ് വളരെ, അതായത് കൺഫേംഡ് ആയിട്ടുള്ള ട്രേഡ് മാത്രമേ ഞാൻ പിന്നീട് എടുക്കാനായിട്ട് ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് വൈകുന്നേരം ആവാം, ഒരുപാട് സമയം എടുക്കാം. അപ്പോൾ ആ ഒരു പേഷ്യൻസ്, ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ വന്നത് ഒരു സുപ്രഭാതത്തിലൊന്നുമല്ല. എനിക്കും ഈ പറഞ്ഞ പോലെ ഈ ഒരു ജേർണിയിൽ ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതിന് കുറച്ച് സമയം എടുക്കും. ആ സമയം നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ അല്ലേ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതുപോലെ നമ്മളെ പഠിക്കുക. അതെ. അതുപോലെ തന്നെ ഇനീഷ്യലി നിങ്ങൾ വലിയൊരു ക്യാപിറ്റൽ ഇട്ട് ചെയ്യാതെ ഇരിക്കുക. നിങ്ങൾ ആ ട്രാക്കിലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് മാത്രം ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ക്യാപിറ്റൽ കൂട്ടുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു റൊട്ടീനിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. എല്ലാവരോടും നമുക്കും അത് തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒരു ക്വിക്ക് റിച്ച് അല്ല, നിങ്ങളിവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, നിങ്ങളിവിടെ സർവൈവ് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ നിങ്ങളെ പഠിപ്പിക്കും എന്നുള്ളതാണ്. എന്നിട്ട് വളരെ സ്ലോലി നിങ്ങൾ ക്യാപിറ്റൽ കൂട്ടുക. ഞാൻ പറഞ്ഞ പോലെ ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ ഒരു പോഡ്കാസ്റ്റ് എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.